നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഗർഭാശയ മുഖ ക്യാൻസർ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസറിനെ വളരെയധികം കുറയ്ക്കുവാൻ സഹായിക്കുന്ന സർവൈക്കൽ സ്ക്രീനിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാപ്സ്മിയർ, HPV ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് തുടങ്ങിയ പല മെത്തേഡ്സ് കൊണ്ട് നമുക്ക് ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പാപ്സ്മിയർ എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ കുറച്ച് സമയം, ആ ടെസ്റ്റിന് ഒരു 2-3 മിനിറ്റ് മാത്രം എടുക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റും HPV ടെസ്റ്റും എല്ലാം. അപ്പോൾ ഈ ടെസ്റ്റ് സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ്. 21 മുതൽ 29 വയസ്സ് വരെ എല്ലാ 3 വർഷത്തിൽ ഒരിക്കലും, 30 മുതൽ 65 വയസ്സ് വരെ എല്ലാ 3 വർഷത്തിലൊരിക്കൽ ചെയ്യാം, അല്ലെങ്കിൽ HPV എന്നുള്ള ഒരു ടെസ്റ്റ് എല്ലാ 5 വർഷത്തിലൊരിക്കൽ ചെയ്യാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള ടെസ്റ്റും എല്ലാ 5 വർഷത്തിലൊരിക്കൽ ചെയ്യാം. അതാണ് സാധാരണ അമേരിക്കൻ ഓർഗനൈസേഷൻ്റെ റെക്കമെൻഡേഷൻ. UK ഈ ഏജ് ഗ്രൂപ്പ് 25 മുതൽ 64 വയസ്സ് വരെയാണ് പറയുക. 64 വയസ്സിന് ശേഷം സാധാരണ ഈ ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറില്ല. അതിന് മുൻപ് അഡിക്വേറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വീണ്ടും ചെയ്യേണ്ടത് ആവശ്യം ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഈ പാപ്സ്മിയർ എങ്ങനെയാണ് ചെയ്യുക? ഇത് സാധാരണ നമ്മൾ ഏത് ഗൈനക്കോളജിക്കൽ എക്സാമിനേഷന് കിടക്കുന്നത് പോലെ തന്നെയുള്ള ആ പൊസിഷനിൽ ഒരു സ്പെക്കുലം വജൈന യോനിക്കകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഗർഭാശയ മുഖം നന്നായിട്ട് കാണും. ഗർഭാശയ മുഖത്തിൽ നിന്നും, ആ ഗർഭാശയ മുഖത്തിൽ നിന്നും ആ സെൽസ് നമ്മളൊരു ബ്രഷ് വെച്ച് അല്ലെങ്കിൽ ഒരു സ്പാറ്റുല വെച്ച് നമ്മൾ വൈപ്പ് ചെയ്തിട്ടാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ സർവൈക്കൽ സ്ക്രീനിങ് ചെയ്യുന്നതിൻ്റെ ഒരു 2 ദിവസത്തേക്ക് സെക്ഷൽ റിലേഷൻ കോണ്ടാക്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു ഉള്ളിലേക്ക് വെക്കുന്ന ടാബ്ലറ്റ്സുകളൊന്നും വെക്കാൻ പാടില്ല. അതുപോലെ ഡൂഷ്, അതുപോലെ വാഷ് അങ്ങനെയൊന്നും ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയും. കാരണം നമ്മളുടെ ഈ ടെസ്റ്റിൻ്റെ ആ സെൽസ് ഒന്ന് ഡിസ്ട്രോയിഡ് ആവാതിരിക്കാനും ആ ടെസ്റ്റിൻ്റെ ആ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനുമാണിത്. അപ്പോൾ നമ്മളുടെ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് മജോറിറ്റിയിലും നോർമൽ ആയിരിക്കും, യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ചിലർക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയേണ്ടി വന്നാൽ നമ്മൾ അതൊന്നുകൂടെ അനലൈസ് ചെയ്യാൻ ചിലപ്പോൾ 6 മാസത്തിനകം ഒന്നുകൂടെ ചെയ്യാം. നോർമലായിട്ടുള്ള സെൽസ്, ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫർദറായിട്ടുള്ള ഇവാലുവേഷനും ആവശ്യമായിട്ട് വരാം. അത് പല റേഞ്ചിലുണ്ട് ഈ ടെസ്റ്റ്. ഈ സ്പാറ്റുല വെച്ച് ചെയ്യുന്ന ഒരു സ്ലൈഡിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ടെസ്റ്റ് കുറച്ചുകൂടി ചീപ്പാണ്. അതിനേക്കാളും കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാവാതെ നമുക്ക് സഹായിക്കുന്ന ലിക്വിഡ് ബേസ് സൈറ്റോളജിയാണ് കുറച്ചുകൂടെ ബെറ്റർ മെത്തേഡ്. ഈ സെയിം ആ സാമ്പിൾ കൂടി തന്നെ നമുക്ക് ഹ്യൂമൻ പാപ്ലോമ വൈറസ് എന്ന ഈ HPV വൈറസും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനായിട്ടും സഹായിക്കും. ഈ HPV വൈറസ് ഈ പാപ്സ്മിയറിനെ അപേക്ഷിച്ച് കുറേയും കൂടെ സെൻസിറ്റീവാണ്, കുറേയും കൂടെ അതായത് ഫോൾസ് നെഗറ്റീവ് വാല്യൂ വളരെ കുറയ്ക്കുന്ന ഒരു ടെസ്റ്റാണ് HPV വൈറസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് കാരണം ഇത് എന്തുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, HPV എന്നുള്ള വൈറസാണ് ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുവാനുള്ള ഏറ്റവും പ്രധാന കാരണം. ഒട്ടുമിക്ക ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ HPV ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു സെക്ഷൽ റിലേഷന് ശേഷം ഇത് പാർട്ട്ണറിലേക്കും ഇത് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ HPV വാക്സിൻ കൊച്ചുകുട്ടികൾക്ക് അവരൊരു സെക്ഷൽ റിലേഷനൊക്കെ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ HPV വാക്സിൻ കൊടുത്ത് ഈ സർവൈക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ കാരണം. പക്ഷേ ഈ HPV നമ്മുടെ ശരീരത്തിൽ വന്നാൽ ബോഡിയുടെ പ്രതിരോധ ശക്തി കൊണ്ട് ഈ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ബോഡിക്ക് കഴിയും. എന്നാൽ അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ സെൽസിൽ, ഗർഭാശയ മുഖത്തിലെ സെൽസിൽ ഇത് അബ്നോർമാലിറ്റി, ഒരു ചേഞ്ചസ് ഉണ്ടാക്കാനും അത് പേഴ്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അത് ക്യാൻസർ ആകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ അബ്നോർമൽ സെൽസ് അല്ലെങ്കിൽ സാധാരണ അല്ലാത്ത ചേഞ്ചുകൾ ഈ സെൽസിലുണ്ടായാൽ വീണ്ടും വർഷങ്ങളെടുക്കും. 7 മുതൽ 10 വർഷം വരെയൊക്കെ എടുത്താണ് പിന്നെ ഈ ക്യാൻസർ ആവുക. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു സമയം ഈ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് ട്രീറ്റ് ചെയ്യുവാനും, അങ്ങനെ ക്യാൻസർ ആവുന്നതിൽ നിന്ന് ഈ ഗർഭാശയമുഖ ക്യാൻസറിനെ തടയുന്നതിനും നമുക്ക് സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് ഈ സർവൈക്കൽ സ്ക്രീനിങ്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ എല്ലാ സൊസൈറ്റികളും, എല്ലാ ഗൈനക്കോളജിക്കൽ സൊസൈറ്റികളും നമ്മളുടെ ഗവൺമെൻറ്റും ഒക്കെ ഈ പാപ്സ്മിയർ ടെസ്റ്റിനെ കുറിച്ച് വളരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. ജനുവരി പ്രത്യേകിച്ച് ക്യാൻസർ സ്ക്രീനിങ്, സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ അവയർനെസ്സിൻ്റെ ഒരു മാസമാണ്. അപ്പോൾ അതിന് തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ സൊസൈറ്റികൾ ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. US അല്ലെങ്കിൽ UK പോലെയുള്ള കൺട്രികളിലൊക്കെ അവരവരുടെ പേഷ്യൻസിനെ ഒരു റീകോൾ സിസ്റ്റം വെച്ച് എല്ലാ 3 വർഷത്തിലും അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ വിളിച്ച് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി അവിടെയുണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇന്നും അതായിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ പേഷ്യൻസ് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ സമയം നമ്മൾ ഈ പാപ്സ്മിയർ ചെയ്യാനും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അവരുടെ ആ പാപ്സ്മിയർ ചെയ്യുന്ന സമയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അത് ചെയ്യണം. വളരെ അപൂർവം ആളുകൾ മാത്രമേ ഇങ്ങനെ പാപ്സ്മിയർ ഒക്കെ ചോദിച്ച് വരുന്നത് കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകുവാനും ഇത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് എന്ന് മനസ്സിലാക്കുവാനും ഈ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഡിസ്കംഫർട്ട് മാത്രമേ ഈ ടെസ്റ്റിൻ്റെ സമയത്തുണ്ടാകുകയുള്ളൂ. ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കൊക്കെ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞു തരും. പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഈ ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ സാധ്യത തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യണം. HPV കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റാണ്. എന്നാലും ഈ HPVയും ലിക്വിഡ് ബേസ് സൈറ്റോളജിയും ഏകദേശം 2000-3000 ആ റേഞ്ചിലാണ് വരിക. പക്ഷേ അതിനേക്കാളിലും നമുക്കൊരു കമ്മ്യൂണിറ്റി സെറ്റിങ്ങിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ അസറ്റിക് ആസിഡിൻ്റെ ലോ കോൺസെൻട്രേഷനിൽ യൂട്രസിൻ്റെ സർവിക്സിൽ നമ്മൾ അസറ്റിക് ആസിഡ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലും സംശയമുള്ള ഒരു ഏരിയ കണ്ടാൽ അവിടുന്ന് ബയോപ്സി എടുക്കുന്ന ആ ഒരു മെത്തേഡും വളരെ എഫക്റ്റീവായിട്ടാണ് കാണുന്നത്. അത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം കണ്ടുപിടിച്ചാൽ ആ സമയത്ത് തന്നെ നമുക്കതിൽ നിന്ന് ബയോപ്സി എടുക്കാനും സഹായിക്കും എന്നുള്ള ഒരു മെത്തേഡും നമ്മളുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഈ സർവൈക്കൽ സ്ക്രീനിങ് നിങ്ങളുടെ ഗർഭാശയ ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുന്ന ഈ സാധ്യത നിങ്ങൾ ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.